നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നേപ്രങ്ങാട് ഗണേശമംഗലം റോഡ് ഗതാഗതം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കൊയ്ത്തുപാട്ടുപാടി ഞാറുനട്ട് വേറിട്ടൊരു പ്രതിഷേധ പ്രകടനം നടത്തി വാടാനപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്ന് യുവാവിന് പാമ്പ് കടിയേറ്റു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ വനിതകൾക്കും വയോജനങ്ങൾക്കുമുള്ള യോഗ പരിശീലനം സംഘടിപ്പിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നേപ്രങ്ങാട് ഗണേശമംഗലം റോഡ് ഗതാഗതം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കൊയ്ത്തുപാട്ടുപാടി ഞാറുനട്ട് വേറിട്ടൊരു പ്രതിഷേധ പ്രകടനം നടത്തി വാടാനപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. 2 വർഷത്തോളമായി ഒഴുക്കാംതോടും റോഡും പൊളിച്ചിട്ടിരിക്കുന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിൽ നടുവിൽക്കര ബസ് റൂട്ട് ഈ റോഡിലൂടെയായിരുന്നു. ഗതാഗത തടസ്സം വരുന്ന സമയത്ത് വാഹന ഗതാഗതം തിരിച്ചുവിടുന്നതും ഈ റോഡിലൂടെയായിരുന്നു. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ വേസി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ് കൊടികുത്തി പ്രതിഷേധിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസി സുരേഷ്, ബ്ലോക്ക് ഭാരവാഹികളായ സുരജ CN, ശ്രീകല സജീവൻ, കുമാരി സുരേഷ്, ഷഫീന, ഷബീർ അലി, ഫാത്തിമ ചെലിൽ, ആമിനക്കുട്ടി, യൂസഫ്, ഗീത കൊച്ചുമോൻ, ഹസീന താജുദ്ദീൻ, സനീല പൈച്ചു എന്നിവർ നേതൃത്വം നൽകി. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്ന് യുവാവിന് പാമ്പ് കടിയേറ്റു. മതിലകത്ത് ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്നും യുവാവിന് പാമ്പ് കടിയേറ്റു. മതിലകം പള്ളിവളവിൽ ഇന്നലെ രാത്രി 8:45 സംഭവം. സ്കൂട്ടറിന്റെ വൈസറിൽ ഉണ്ടായിരുന്ന പാമ്പാണ് യുവാവിന്റെ കയ്യിൽ കടിച്ചത്. പള്ളിവളവ് സ്വദേശിയായ യുവാവിനെ പുന്നക്ക ബസാർ ആക്ട് പ്രവർത്തകർ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ വനിതകൾക്കും വയോജനങ്ങൾക്കുമുള്ള യോഗ പരിശീലനം സംഘടിപ്പിച്ചു. നാട്ടിക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന പരിശീലന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ഐഷാബി ജബ്ബാർ ചടങ്ങിന് നന്ദി പറഞ്ഞു. കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേന പ്രവർത്തകർ, വയോജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ നാട്ടിക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാലു TR സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർമാരായ വനജ, ജ്യോതിഷ, സുനിത കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസുകൾ നടന്നു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, AV ഗിരിജ, ഡോക്ടർ സൗമ്യ, ICDS സൂപ്പർവൈസർ ദിവ്യ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ അപേക്ഷകരായിട്ടുള്ളവർ 40 വയോജനങ്ങളും 17 ഭിന്നശേഷി സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് നമ്മൾ അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത്. അവർക്ക് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വിവിധങ്ങളായ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിശോധനകളെ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി അവർ നിശ്ചയിക്കപ്പെടുന്ന സാധനങ്ങൾ, സഹായ ഉപകരണങ്ങൾ നമ്മൾ വിപ്മർ വഴി തന്നെ നമ്മൾ അവർക്ക് ചെയ്യുന്ന സർക്കാരിൻ്റെ ഏജൻസിയാണ് എന്നുള്ളതുകൊണ്ട് അവരിൽ നിന്നാണ് നമ്മൾ കാലങ്ങളായിട്ട് ആ ഉപകരണങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അത് വീൽ ചെയർ ഉൾപ്പെടെയുള്ളത്, ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, മറ്റു വാക്കിംഗ് സ്റ്റിക്ക് ഉൾപ്പെടെ ഉള്ള ഉപകരണങ്ങളുണ്ട്. അതുമാതിരി ഇയറേഡ്, ചെവിക്ക് ശബ്ദം കേൾവി കുറവുള്ളവർക്ക് ഇയറേഡ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ വയോജനങ്ങളെയും
ഭിന്നശേഷി സുഹൃത്തുക്കളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ചളിങ്ങാട് അക്ഷര സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ PA ഹുസൈൻ അനുസ്മരണവും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഫസ്റ്റ് എയ്ഡ് CPR പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ചളിങ്ങാട് ദിയോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അക്ഷര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി TS മുസ്തഫ അധ്യക്ഷനായി. TV സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ PA ഫൈസൽ, PH റസാഖ്, ഷബിത റഷീദ്, സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. NDRF ഇൻസ്പെക്ടർ GC പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനം നൽകിയത്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു ഹുസൈൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ എല്ലാ വർഷവും ഓർക്കുന്നതും ഇങ്ങനൊരു ദിവസം അദ്ദേഹത്തിന് മെമ്മോറിയലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി നേരത്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മണിക്കൂർ നേരത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പലരും ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം, അനുഭവിച്ചിട്ടുണ്ടാവാം, അതല്ല ഇപ്പോൾ TV കണ്ടിട്ടുണ്ടാവാം, അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ജോലിയിലും ഭാഗമായിട്ടാവാം, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഒരു ദുരന്തം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് കുറച്ച് മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനോട് ബേസ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലീഡിങ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കയ്യോ കാലോ ഒടിഞ്ഞാൽ എന്ത് ചെയ്യണം, പെട്ടെന്നൊരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരാൾ പെട്ടെന്ന് ബോധം കിട്ടി ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു നിന്ന് നിപ്പിൽ ബോധം കിട്ടുന്ന ആഴ്ചയ്ക്ക് വീണാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കൊണ്ടേ കുടുങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ. അതുകൂടാതെ നമുക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫയർ എമർജൻസി, വാട്ടർ എമർജൻസി, അതുകൂടാതെ ഇതുപോലുള്ള ഓരോ സബ്ജക്റ്റ് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ട് പോകാം. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവവും IT ഉപകരണങ്ങളുടെ കൈമാറ്റവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ M രാജേഷ്, PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ്, MPTA പ്രസിഡന്റ് സിന്ധു രാജ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് ലക്ഷ്മി മേനോൻ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, CD ഷീബ, CS ഹാദിയ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റപ്പള്ളി ഫൗണ്ടേഷന്റെ കൂടി സഹായത്തോടു കൂടിയാണ് വിദ്യാജ്യോതി ജ്യോതിർഗമയ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി കേരളത്തിലെമ്പാടും നടപ്പാണ്. നമ്മുടെ കേരളം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ 6 ജില്ലകളിൽ ഒന്നായി തൃശ്ശൂർ ജില്ല തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണവും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നേരത്തെ ജയടീച്ചർ പറഞ്ഞ പോലെ 500 കുട്ടികളിൽ കുറവുള്ള വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് കായിക അധ്യാപകനില്ല. എന്നാൽ ആ ഒരു കുറവ് പരിഹരിക്കണം എന്ന് ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടാണ് അങ്ങനെയുള്ള ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള 24 വിദ്യാലയങ്ങളെ കണക്കെടുത്ത് ആ 24 വിദ്യാലയങ്ങളിൽ 2-3 ദിവസം ഒരു കായിക അധ്യാപകന്റെ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ 12 കായിക അധ്യാപകരെ ജില്ലാ പഞ്ചായത്ത് തന്നെ മാസത്തിൽ ശമ്പളം കൊടുത്ത് ഇപ്പോൾ നിയമിച്ചു കഴിഞ്ഞു. അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ സമഗ്രമായ ഇടപെടൽ എല്ലായിടത്തും നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം ആവശ്യപ്പെട്ടു. ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയാക്കി പെരുമ്പിലാവിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കണം. അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് വരെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PM ബദറുദ്ദീൻ, സെക്രട്ടറി AA കമറുദ്ദീൻ, ട്രഷറർ ഷഹിദ് പാലിയത്ത് എന്നിവർ ചൂണ്ടിക്കാട്ടി. GMHS ചാമക്കാല സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നടന്നു. കേരള സർക്കാരിന്റെ പദ്ധതിയായ കുസാറ്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. ഇതിലൂടെ കുട്ടികളുടെ പഠനത്തോടൊപ്പം വിവിധ തൊഴിലുകളിൽ നൈപുണ്യം നേടുന്നതിനാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. BRC മതിലകത്തിന് കീഴിൽ ചാമക്കാല സ്കൂളിൽ മാത്രമാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ട്രെയിനറുടെ സഹായത്തോടെ കുട്ടികൾ നിർമ്മിച്ച LED ബൾബിന് സ്വിച്ച് ഓൺ കർമ്മവും
പോഷകാഹാര നിർമ്മാണ പ്രവർത്തനവുമായി കുട്ടികൾ പാകം ചെയ്ത പലഹാരത്തിന്റെയും ഉദ്ഘാടനം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു. പാചകം, എംബ്രോയിഡറി പരിശീലനം, കൃഷി, ഇലക്ട്രിക്കൽ വയറിംഗ് പരിശീലനം, പ്ലംബിംഗ്, ടൈലറിംഗ്, LED ബൾബ് നിർമ്മാണം തുടങ്ങി എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും ലഭ്യമാവുന്നതിന് വേണ്ടി 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഖിൽ MS, MPTA പ്രസിഡന്റ് സിന്ധുരാജ്, BPC BRC മതിലകം പ്രശാന്ത് NC, BPRC മതിലകം ട്രെയിനർ റസിയ TA, പ്രിൻസിപ്പൽ ഇൻചാർജ് ലക്ഷ്മി മേനോൻ, സീനിയർ അസിസ്റ്റന്റ് ഫാത്തിമ സുഹറ, ആതിര K തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ രാജേഷ് എം സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് ക്രിയേറ്റീവ് കോർണർ ഇൻചാർജ് സിമി KD നന്ദി പറഞ്ഞു. നമ്മുടെ നൈപുണ്യ വികസനത്തോടൊപ്പം ചേർത്തുകൊണ്ട് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂശാസ്ത്രമായാലും മറ്റ് കണക്കായാലും സാമൂഹ്യ ശാസ്ത്രം ഉൾപ്പെടെയുള്ളതായാലും അതും ഈ പ്രവൃത്തിയും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം, അതാണ് പുതിയ പഠന രീതികളുടെ ഒരു പ്രത്യേകത. നമ്മുടെ കൊച്ചു കേരളം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള കഴിവുകൾ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നൂതനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തലത്തിലേക്ക് നമ്മൾ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നതിന് നമ്മുടെ ക്രിയേറ്റീവ് കോർണർ, ഇത് നമ്മുടെ SST, അതുപോലെ തന്നെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ BRC വഴി നടപ്പാക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. കസ്റ്റഡി മർദ്ദന പരാതിയിൽ സിറ്റി ACP സലീഷ് N ശങ്കരനെ സ്ഥലം മാറ്റി. പാലക്കാട്ട് നർക്കോട്ടിക് സെല്ലിലേക്കാണ് സ്ഥലം മാറ്റിയത്. KG സുരേഷാണ് പുതിയ ACP. 7 വർഷം മുമ്പ് കൊല്ലങ്കോട് CI ആയിരിക്കുമ്പോൾ നടന്ന സംഭവത്തിലാണ് നടപടി. കൊല്ലങ്കോട് സ്വദേശി വിജയകുമാറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സലീഷ് N ശങ്കരനും മറ്റു 2 പോലീസുകാരും ചേർന്നാണ് മർദ്ദിച്ചത്. പോലീസിനെ മർദ്ദിച്ചുവെന്ന കേസിൽ വിജയകുമാർ റിമാൻഡിലായിരുന്നു. എന്നാൽ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ചിറ്റൂർ കോടതി വിജയകുമാറിന് വെറുതെ വിടുകയായിരുന്നു. വിജയകുമാർ തെറ്റുകാരനല്ലെന്നും പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും 2018 മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട KK കുഞ്ഞുമൊയ്തീന് നാളെ എറിയാട് പൗരസ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മന്ത്രി VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ KA സിറാജ്, EK സോമൻ, TN കുഞ്ഞുമൊയ്തീൻ, VM ഷൈൻ, KM അബ്ദുൽ ജമാൽ, നാസർ കറുകപ്പാടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ വലിയ പണിക്കൻതുരുത്തിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ബുധനാഴ്ച രാത്രിയിലാണ് റോഡരികിൽ 6 അടി നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത്. വാർഡ് കൗൺസിലർ ബീന ശിവൻ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നുവെന്ന് പുറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലി. സുരേഷ് ഗോപി അധിക്ഷേപിച്ചോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആനന്ദവല്ലി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും ഇത് ലഭിക്കാൻ ബാങ്കിനെ സമീപിക്കുമ്പോൾ പണമില്ലെന്ന കാരണമാണ് അധികൃതർ പറയുന്നതെന്നും ആനന്ദവല്ലി പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചാൽ നിക്ഷേപ തുക തിരികെ ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാലാണ് താൻ ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചത്. തിരക്ക് മൂലം കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ലെന്നും ആനന്ദവല്ലി പറഞ്ഞു. വയോധികയെ സുരേഷ് ഗോപി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ CPM പ്രാദേശിക നേതൃത്വം വയോധികയുടെ വീട് സന്ദർശിച്ചു. പുറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലിയെയാണ് CPM ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ വീട്ടിൽ പോയി സന്ദർശിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി കൈമലർത്തിയെന്ന സങ്കടം ആനന്ദവല്ലി പങ്കുവച്ചതായി നേതാക്കൾ പറഞ്ഞു. ആനന്ദവല്ലിക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി അംഗം MK ഗിരീഷ്, NS വിഷ്ണു, ബ്രാഞ്ച് സെക്രട്ടറി CR മനോജ്, DYFI മേഖലാ സെക്രട്ടറി PM നന്ദുലാൽ എന്നിവരും ആനന്ദവല്ലിക്ക് പിന്തുണയുമായി എത്തി. ചേറ്റൽ മഴയിലും വീര്യം ചോരാത്ത ചർച്ചയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലങ്ക് സൗഹൃദ സംഗമം. പെരുവനം ക്ഷേത്ര നവീകരണം പൂർത്തിയാക്കാത്ത പുരാവസ്തു വകുപ്പിന്റെ വീഴ്ചയിൽ നടപടിയെടുക്കുമെന്ന് സുരേഷ് ഗോപി. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രാങ്കണത്തിൽ
നടന്ന കലുങ്ക് സൗഹൃദ സഭയാണ് വേദി. സഭാനായകനായ സുരേഷ് ഗോപി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് വില്ലനായി ചാറ്റൽ മഴ എത്തിയത്. ഇതോടെ ചുറ്റും കൂടി നിന്നവരിൽ പലരും മഴ നനയാതെ നാനാദിക്കിലേക്ക് പാഞ്ഞെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ സുരേഷ് ഗോപി തനി നായകനായി തന്നെ ചർച്ച തുടർന്നു. റോഡ്, തോട്, വെള്ളക്കെട്ട്, പഞ്ചായത്ത് കളിസ്ഥലം, ഓണാഘോഷത്തിനു വരെ MP ഫണ്ടും നടപടിയും തേടി ആൽമരച്ചോട്ടിൽ ഒത്തുകൂടിയവർ. പക്ഷേ MP എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതിന് ഫണ്ടും നടപടിയും സ്വീകരിക്കാൻ കഴിയൂ എന്നു അദ്ദേഹം പറഞ്ഞു. ഇതിനു പോംവഴിയും നൽകി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലുള്ളവർക്ക് പഞ്ചായത്ത് ഭരണം നൽകുക. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 45 സീറ്റുകൾ നൽകിയാൽ വിവരം അറിയുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. പുരാവസ്തു വകുപ്പ് 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പെരുവനം ക്ഷേത്ര നവീകരണം 7 വർഷമായിട്ടും എങ്ങും എത്തിയില്ലെന്നും ഇതിൽ നടപടിയുണ്ടാവണമെന്നും ആവശ്യമുയർന്നു. വീര്യം കൂടിയ ഭക്തനായതുകൊണ്ട് തന്നെ നിഷേധം സഹിക്കാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുമായി താൻ ചേർന്നു പോകില്ലെന്നും അതിനാൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രേഖകൾ തന്നാൽ ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ട് ബന്ധപ്പെട്ടവരെ വിളിപ്പിച്ചു വരുത്താമെന്നും ഉറപ്പു നൽകി. സഭയുടെ ഭാഗമായി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശൻ മാരാർ, പഴുവിൽ രഘുമാരാർ, സാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേഴത്ത് തുടങ്ങിയ പ്രദേശത്തെ കലാസാഹിത്യകാരന്മാരെ ആദരിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സഭയിൽ പങ്കെടുത്തവർക്ക് മധുരപലഹാരവും നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത്. കുട്ടികളെ അടിച്ചെന്ന പരാതിയിൽ മാള ഡോക്ടർ രാജു ഡേവിസ് ഹോസ്റ്റലിലെ വാർഡനെതിരെ പോലീസ് കേസെടുത്തു. സ്കൂൾ വാർഡൻ ആനിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 5ാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടും 7ാം ക്ലാസ്സുകാരനെ കൈകൊണ്ടും അടിച്ചെന്നാണ് പരാതി. 2 കുട്ടികളെയും ഞായറാഴ്ച 2 സമയങ്ങളിൽ അടിച്ചെന്നാണ് പരാതിയുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് 2 കുട്ടികളെയും കാണാതായതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ടായിരുന്നുവെങ്കിലും അന്ന് തന്നെ തൃശൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തൃശൂർ സ്വദേശിയായ കുട്ടി മറ്റു കുട്ടികൾക്കൊപ്പം 3 തവണ പുറത്തു പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ നിർത്താനാവില്ലെന്നും അമ്മയെ അറിയിച്ചിരുന്നുവെന്നും ഇക്കാരണത്തിലുള്ള വിരോധമാകാം ആരോപണത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നതെന്നും സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് അറിയിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർഡനെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏപ്രങ്ങാട്ട് ഗണേശമംഗലം റോഡ് ഗതാഗതം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കൊയ്ത്തുപാട്ടുപാടി ഞാറുനട്ട് വേറിട്ടൊരു പ്രതിഷേധ പ്രകടനം നടത്തി വാടാനപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്ന് യുവാവിന് പാമ്പ് കടിയേറ്റു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025-26 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വനിതകൾക്കും വയോജനങ്ങൾക്കുമുള്ള യോഗ പരിശീലനം സംഘടിപ്പിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.